ഈ അച്ഛൻ തന്റെ മകൾക്ക് നേരെ ഒരു ചുവന്ന ലേസർ വെച്ചിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. എന്നാൽ തൊട്ടടുത്ത നിമിഷം അച്ഛന്റെ പഴയ പോരാട്ടവീര്യം ഉണരുകയും അയാൾ തന്റെ മകളെ കൃത്യസമയത്ത് രക്ഷിക്കുകയും ചെയ്തു. ശേഷം അയാൾ പുറത്തേക്ക് പോയപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പിന്തുടരുന്ന അതേ നീല പിക്കപ്പ് ട്രക്ക് അവിടെ നിന്ന് പാഞ്ഞു പോകുന്നത് കണ്ടു. വെടിവെച്ചയാൾ അതിനുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ കടുത്ത ദേഷ്യത്തോടെ സംഭവസ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് വെടിയുണ്ട കണ്ടെടുത്തു. വെടിയുണ്ട പരിശോധിക്കാനായി അയാൾ തന്റെ രഹസ്യ ആയുധപ്പുരയിലേക്ക് പോയി. ആ വെടിയുണ്ടയുടെ നിർമ്മാണം വളരെ മോശമായിരുന്നു. അതൊരു ബ്ലാക്ക് മാർക്കറ്റ് ജോലിയായിരുന്നു. അധോലോകത്തെ കളിക്കാരെ അറിയാവുന്ന അയാൾ നേരെ ഒരു ലോക്കൽ ഷോപ്പിലേക്ക് പോവുകയും വെടിയുണ്ട കൗണ്ടറിൽ കാണിച്ചുകൊണ്ട് അത് നിർമ്മിച്ചയാളെ തിരിച്ചറിയാൻ ഉടമയോട് ആവശ്യപ്പെട്ടു. പരിഭ്രാന്തിയായ ഉടമ അത് തന്റെ പണിയല്ലെന്ന് പറഞ്ഞു. അയാൾ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും കടയടച്ച ശേഷം ആ വെടിയുണ്ട നിർമ്മിച്ചയാളെ പിടികൂടാനായി രഹസ്യമായി തിരിച്ചെത്തി. അവിടുത്തെ പയ്യനോട് ചോദിച്ചപ്പോൾ അത് വാങ്ങിയ ആളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ പയ്യൻ വെളിപ്പെടുത്തി. അടുത്ത ദിവസം ലഭിച്ച വിവരമനുസരിച്ച് ഒരു വിജനമായ കാർ വാഷിംഗ് സെന്ററിൽ വെച്ച് ആ മനുഷ്യൻ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ വെടിവെച്ചയാളെ പിടികൂടി. അയാളെ വനത്തിനുള്ളിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാലത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയപ്പോഴാണ് അയാൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. ഈ മനുഷ്യനും ഈ വലിയ കളിക്കളത്തിലെ വെറുമൊരു കരു മാത്രമാണ്. അയാൾക്കിനി യാതൊരു വിലയുമില്ലെന്ന് കണ്ടപ്പോൾ ജോയി അയാളെ പാലത്തിന് താഴേക്കിട്ടു. എന്നാൽ തന്റെ പ്രതികാരം പൂർത്തിയാക്കാൻ അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങിയ ജോയി ഒരു ഭീകരമായ സത്യം തിരിച്ചറിഞ്ഞു. അയാൾക്ക് മറവിരോഗമുണ്ടെന്നും മടങ്ങിപ്പോവാൻ വഴിതെറ്റി എന്നും മനസ്സിലായി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.